إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. فلما تراءى الجمعان قال أصحاب موسى إنا لمدركون قال كلا إن معي ربي سيهدين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും വസിയത്ത് ചെയ്യണം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹിജ്റയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ ഹിജ്റ നൽകുന്ന പാഠം, അതിൽ നിന്ന് 2 പാഠങ്ങൾ അതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹിജ്റ, സഹാബികളുടെയൊക്കെ ഹിജ്റ, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട 2 പാഠങ്ങളെ പറ്റി പറഞ്ഞു. ഇനി മാസം മുഹറം മാസം മൂസാ അലൈഹിസ്സലാമുമായി അദ്ദേഹത്തിന്റെ ചരിത്രവുമായി ബന്ധമുള്ള ഒരു മാസമാണ് മുഹറം മാസം. അപ്പോൾ മൂസാ നബിന്റെ ജീവിതത്തിൽ നിന്ന് കുറച്ച് ഒരു 2-3-4 പാഠങ്ങൾ മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. പിന്നെ അനേകം പാഠങ്ങളുണ്ട്. അതിലെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ഭരണകൂടം തന്നെ ഔദ്യോഗികമായി ശ്രമിച്ചിട്ട് കഴിയാത്തതാണ്. അത് ഒരു വട്ടമല്ല, ഒരു 4 പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭരണകൂടം തന്നെ ശ്രമിച്ചിട്ട് കഴിയുന്നില്ല എന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ്. അതിലൊന്ന് അദ്ദേഹം ജനിക്കുന്ന സമയത്തുള്ളതാണ്. ഫിറൗൻ എന്ന ധിക്കാരിയായ ഭരണാധികാരി, അയാളൊരു സ്വപ്നം കണ്ടു. ഇസ്രായേലിൽ ഏതോ ഒരുത്തും വരുന്നുണ്ട്, അതുവഴി എൻ്റെ ആധിപത്യം പോകും എന്ന് കിനാവ് കണ്ടു എന്നാണ് അയാളുടെ ചരിത്രത്തിലുള്ളത്. അപ്പോൾ അയാൾ തീരുമാനിച്ചെങ്കിൽ ജനിക്കുന്ന കുട്ടികളെയൊക്കെ കൊന്നുകളയാം. അങ്ങനെ ഇസ്രായേലിലെ സ്ത്രീകളെ പറ്റി കണക്കെടുക്കുന്നു. ആരൊക്കെയാണ് ഗർഭിണികൾ, അതൊക്കെ നോക്കി പ്രസവിച്ച ഉടനെ കൊന്നുകളയുന്ന കാര്യമാണ് അയാൾ നടപ്പിലാക്കുന്നത്. ഈ സമയത്താണ് മൂസാ അലൈഹിസ്സലാം ജനിക്കുന്നത്. മൂസാ അലൈഹിസ്സലാമിന്റെ ഉമ്മ പ്രസവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ തൊട്ടുമുമ്പൊക്കെ നല്ല ഭയത്തിലാണ്. ഫിറൗന്റെ ആൾക്കാർ വരും, പിന്നെ കുട്ടിയെ നമുക്ക് നഷ്ടപ്പെടും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ അള്ളാഹു സന്ദേശം നൽകി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഒരു പേടിയും പേടിക്കണ്ട, ഒരു പെട്ടിയിലാക്കിയിട്ട് നദിയിൽ ഒഴുക്കിയാൽ മതി.
എന്നിട്ട് ആ കുട്ടിയെ നിനക്ക് തന്നെ തിരിച്ചു തരും. അപ്പൊ അത് അങ്ങനെ തന്നെ സംഭവിച്ചു. ആ കുട്ടിയെ ഫിറൗന്റെ വീട്ടുകാരാണ് എടുത്ത് വളർത്തുന്നത്. പക്ഷെ ആ കുട്ടിക്ക് മുല കൊടുത്തിട്ട് ആര് കൊടുത്തിട്ട് കുടിക്കുന്നില്ല. അവസാനം അത് മൂസാ നബിന്റെ ഉമ്മയുടെ അടുത്തേക്ക് തന്നെ എത്തിയതാണ് അതിലെ ഒരു അത്ഭുതം. അപ്പൊ ആരെ കൊല്ലണം എന്നാണ് ഫിറൗൻ വിചാരിച്ചത്? ആരെ വധിച്ചാലാണ് തന്റെ ആധിപത്യം നഷ്ടപ്പെടുകയില്ല എന്നാണ് വിചാരിച്ചത്? ആ വ്യക്തിയെ തന്നെ സ്വന്തം വീട്ടിൽ വളർത്തുകയാണ് അയാൾ ചെയ്യുന്നത്. അവർ റബ്ബിന്റെ പദ്ധതി അത് മനുഷ്യന്മാർ എന്തൊക്കെ വിചാരിച്ചാലും എന്തെല്ലാം തകർക്കണമെന്ന് വിചാരിച്ചാലും റബ്ബ് മറ്റൊന്നാണ് വിചാരിച്ചതെങ്കിൽ പിന്നെ ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി അവിടെ എല്ലാ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുമ്പോൾ രണ്ടാമത്തെ സംഭവം എന്താണ്? വളർന്നൊരു യുവാവായ അദ്ദേഹം അപ്പോഴാണ് പുറത്തിറങ്ങി നടക്കുമ്പോൾ രണ്ടാള് അടി കൂടുന്നത് കാണുന്നത്. അതിലൊരുത്തം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ടെന്നാണ്, ഇസ്രായേലിയുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം സഹായം തേടിയപ്പോൾ മൂസാ അലൈഹിസ്സലാം സഹായിച്ചു. അദ്ദേഹത്തെ ആക്രമിക്കുന്ന ഫിറൗന്റെ കുടുംബത്തിൽപ്പെട്ട ഖിബ്തി വർഗത്തിൽപ്പെട്ട ആളെ അടിച്ചപ്പോൾ അത് മർമ്മത്ത് കൊണ്ടു. അയാൾ മരിച്ചു. അബദ്ധത്തിൽ സംഭവിച്ചതാണ് മൂസാ അലൈഹിസ്സലാം. അദ്ദേഹത്തിന് വലിയ പേടിയായി. ഇത് ഫിറൗൻ അറിഞ്ഞപ്പോ അവരെന്ത് ചെയ്തു? രഹസ്യമായിട്ട് ആൾക്കാരെ വിട്ടു മൂസാ നബിയെ കൊല്ലണം എന്ന് നൽകും. പക്ഷെ അതിൽ പങ്കെടുത്ത ഒരാൾ തന്നെയായിരിക്കും പതുക്കെ മൂസാ നബിയോട് ഒന്ന് പറഞ്ഞു. എന്താണത്? അവര് താങ്കൾക്കെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, താങ്കളെ വധിക്കാൻ വേണ്ടിയിട്ട് ആളെ വിട്ടിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നാട് വിട്ടോളൂ എന്നാണ്. അപ്പൊ മൂസാ അലൈഹിസ്സലാം നാട് വിടുന്നു മദിയൻ എന്ന പ്രദേശത്തിലേക്ക്. അവിടെ അദ്ദേഹം 8-10 വർഷം ആടുകളെ മേച്ച് ജീവിക്കുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് വിവാഹം ചെയ്തു. പിന്നെ നാട്ടിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഈജിപ്തിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. പോകുന്ന വഴിയിലാണ് അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിക്കുന്നത്, വഹി കിട്ടുന്നത്. റബ്ബ് തന്നെ അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. സാധാരണ റബ്ബിന്റെ സംസാരം ഒരു മലക്ക് വഴിയാണ് ഉണ്ടാവുക. മലക്ക് വഴി വിവരം അറിയിക്കലാണ് അമ്പിയാക്കൾക്ക്, അല്ലെങ്കിൽ അമ്പിയാക്കളുടെ മനസ്സിലിട്ട് കൊടുക്കലാണ്. എന്നാൽ അള്ളാഹ് തന്നെ സംസാരിച്ചത്. അതുകൊണ്ട് കലീമുള്ള എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അള്ളാഹ് സംസാരിച്ച വ്യക്തി എന്നുള്ളവർക്ക് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേരുണ്ട്, കലീമുള്ള. അള്ളാഹു പറഞ്ഞു ഫിറൗന്റെ കൊട്ടാരത്തിലേക്ക് പോകണം. അപ്പൊ അദ്ദേഹത്തിന് ഭയമുണ്ട്. 2 വട്ടം അവിടെ ഗവൺമെന്റ് തന്നെ, അടുത്ത ഭരണകൂടം തന്നെ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടതാണ്. അങ്ങനെ അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല. ഇനി അദ്ദേഹത്തോട് നേരെ കൊട്ടാരത്തിലേക്ക് പോകാനാ പറയണം. തന്നെ വധിക്കാൻ നിയമം പുറപ്പെടുവിച്ച ഭരണാധികാരിന്റെ മുമ്പിലേക്ക് പോകാനാ പറയുന്നത്. ഫിറൗന്റെ അടുത്ത് പോകണം, എന്നിട്ട് താങ്കളെ ഏൽപ്പിച്ച ദൗത്യം അറിയിക്കണം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭയമുണ്ട്, ഞാനൊരാളെ അബദ്ധത്തിൽ കൊന്നിട്ടുണ്ട്, അപ്പൊ അങ്ങോട്ട് പോകുമ്പോ പ്രശ്നം ഉണ്ടാവും. അല്ലാഹ് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, താങ്കൾ പോകണം. അങ്ങനെ അവിടെ പോയി അദ്ദേഹം തന്റെ പ്രവാചകത്വം പറയുന്നു. അദ്ദേഹത്തോട് ഫിറൗനോട് തന്നിൽ വിശ്വസിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. നബിയാണ് എന്നതിന്റെ തെളിവുകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്താണ്? കൈ പ്രകാശിക്കുന്നത്, വടി നിലത്തിട്ട പാമ്പാവുന്നത്, ഇതൊക്കെ കാണിച്ചു കൊടുത്തു. പക്ഷെ അതിനൊന്നും ഫിറൗൻ വിശ്വസിക്കുന്നില്ലെന്ന് മാത്രമല്ല, അയാൾ പറഞ്ഞു, ഇതൊക്കെ സിഹറാണ്, ജാലവിദ്യയാണ്, ഇതിന്റെ അപ്പുറത്തുള്ളതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നാട്ടിലുണ്ട്, വേണമെങ്കിൽ ഒരു ദിവസം തന്നെ നമുക്ക് പ്രദർശിപ്പിക്കാം
അങ്ങനെ ഒരു ദിവസം അവർ തിരഞ്ഞെടുത്തു. അങ്ങനെ ഒരു തരം മത്സരമാണ്, മോചിതത്വം അവരുടെ സിഹറും തമ്മിലാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ലോകത്തുള്ള എല്ലാ സാഹിറുകളെയും ജാലവിദ്യക്കാരെയൊക്കെ ഹാജരാക്കി. നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവരുന്നൊക്കെയാണ് അതിൽ ചരിത്രത്തിലുള്ളത്. അന്ന് കിട്ടാവുന്ന ആ വിഷയത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നവരൊക്കെയാണ് ഫിറൗൻ ഹാജരാക്കി. ഒരു വലിയ വലിയ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചിട്ട് ജയിച്ച വലിയ സമ്മാനങ്ങൾ തരുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഏറ്റവും വലിയ മുഴുവത്താണ് വടിയിട്ട പാമ്പാകുന്നത്. അപ്പൊ അവരും കുറെ വടിയും കയറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അവരുടെ സിഹർ കാരണം, ജാലവിദ്യ കാരണം അത് നിലത്തിടുമ്പോൾ അങ്ങനെ എഴിയുന്നതായി തോന്നുന്നുണ്ട്. അപ്പൊ അതിട്ടപ്പോ അതങ്ങനെ ആയപ്പോ മൂസ അലൈഹി ഇസ്ലാമിന് ഭയമായി, ഇതെന്താ അങ്ങനെ? അപ്പൊ അള്ളാഹ് പറഞ്ഞു, ഒരു പേടിയും പേടിക്കണ്ട, വൽഖി മാ ഫീ യമീൻ, താങ്കളുടെ കയ്യിലുള്ളത് ഇടുക. എന്നാൽ തൽഖഫ് മാ സനഉ, അവരിതൊക്കെ അത് വിഴുങ്ങും. അപ്പൊ ഇതൊരു മഹാസർപ്പമായി വന്നു ആ വടിട്ടപ്പോൾ. അവരുടേതെല്ലാം, അവരെത്ര ആളാ ഉള്ളത്, അവര് അവിടെ നിലത്തിട്ട വടികളും ആ കയറുകളൊക്കെ ഇതങ്ങ് വിഴുങ്ങി. ആ നിമിഷം തന്നെ ജാലവിദ്യക്കാർക്ക് മനസ്സിലായി, ഇത് നമ്മൾ കാണിക്കുന്ന ജാലവിദ്യ അല്ലത്, ഇത് മൂസ അലൈഹി സ്വലാം പറഞ്ഞത് ശരിയാണ്. കാരണം സിഹറും ജാലവിദ്യയൊക്കെ നന്നായി അറിയുന്ന ആൾക്കാരാണ് അവര്. അതുമായിട്ട് ഒരു ബന്ധവുമില്ല മൂസ അലൈഹി സ്വലാം വടിയിട്ടപ്പോൾ പാമ്പായ ആ വിഷയം. അത് മോചിതത്ത് തന്നെയാണ്. അപ്പൊ ആ സമയം തന്നെ അവര് സുജൂദ് ചെയ്തു, അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് വിശ്വാസികളായി മാറി. അപ്പൊ ഈ സംഭവം ഇതെന്തായാലും പുറത്ത് ചിലർക്ക് പ്രഖ്യാപിക്കാൻ മടിയുണ്ടെങ്കിലും ഈജിപ്തിലെ പലരുടെയും മനസ്സിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വീടുകളിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം അയാൾക്ക് കിട്ടി. അപ്പൊ ഈ സാഹിറുമാരും മുസ്ലിങ്ങളായത്, അതുപോലെ ഫിറൗന്റെ തന്നെ ഭാര്യ, കൊട്ടാരത്തിൽ തന്നെ മൂസ അലൈഹിസ്സലാം പറയുന്ന വിഷയത്തിൽ ആകൃഷ്ടരായ വ്യക്തികളുണ്ട്. അങ്ങനെ ഫിറൗന്റെ സ്വന്തം ഭാര്യ തന്നെ മുസ്ലിമായി. അപ്പൊ ഇതിങ്ങനെ പല സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഫിറൗൻ പറയും, അടുത്ത കൊല്ലാനുള്ള ശ്രമം മൂന്നാമത്തത്. അത് സൂറത്ത് ഗാഫിറിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്താണത്? ദറൂനി അഖ്തുൽ മൂസ, ഞാൻ മൂസയെ കൊല്ലാൻ പോവുകയാണ് എന്ന് അയാൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. അവർ ഭരണകൂടമാണ് ഈ പ്രഖ്യാപിക്കുന്നത്. ഇന്നി അഖാഫൻ യുബദ്ദില ദീനക്കും, നമ്മുടെ ദീനാകെ മാറ്റും എനിക്ക് പേടിയുണ്ട്. ഇതിപ്പോ എല്ലായിടത്തും എത്തുന്നുണ്ട്. ആൾക്കാരിങ്ങനെ ഉള്ളിലൂടെ ഈ ആദർശം സ്വീകരിക്കുന്നുണ്ട് എന്നൊക്കെ ഒരു തോന്നൽ ഫിറൗന് വന്നിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ നമ്മുടെ ഈ ദീനുണ്ടാവില്ല, അതുകൊണ്ട് ഇനി ഇത് നിർത്താൻ പറ്റില്ല, കൊല്ലിനെ. അപ്പൊ അതൊരു അന്തിമ തീരുമാനമായിട്ട് അയാൾ ഇങ്ങനെ ഒരുങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ശബ്ദം. അതാരാ? ഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിറൗൻ, പുറത്തുനിന്നൊന്നുമല്ല, ഇസ്രായേലിയുടെ കൂട്ടത്തിലൊന്നല്ല, ഫിറൗന്റെ ഭരണകൂടത്തിലെ ഉന്നത സ്ഥാനമുള്ള ഫിറൗനെ തന്നെ വളരെ അടുത്ത ബന്ധുവായ ഒരാള്. അതുവരെ അദ്ദേഹത്തിന്റെ ഈമാൻ അയാൾ പ്രഖ്യാപിച്ചിരുന്നില്ല. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു യക്തുമു ഈമാനഹു, അദ്ദേഹത്തിന്റെ ഈമാൻ അയാൾ മറച്ചു വെച്ചതായിരുന്നു. അയാൾ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കൊല്ലൂല. അദഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരാളെ കൊല്ലുകയോ? അത് പറ്റില്ല. അദ്ദേഹത്തിന് പറയാനുള്ള അദ്ദേഹം പറഞ്ഞോട്ടെ. അപ്പൊ ഒരിക്കലും ഫിറൗന് തള്ളാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ഈ പറഞ്ഞത്. അതോടുകൂടി ആ പദ്ധതിയും ഇല്ലാതെയായി. പിന്നെയാണ് അവസാനം ഒന്നടങ്കം ഫിറൗനും കൂട്ടരും ഒക്കെ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടുന്നതും ഇവര് പേടിച്ചു പോകുന്നതും അവസാനം നദിയുടെ അടുത്തെത്തുന്നതും. അപ്പൊ ഇസ്രായേൽ പേടിച്ചിട്ട് ഇന്നാല മുതറക്കും, നമ്മളെ ഇനി പിടിച്ചു തന്നെ, ഇതുവരെ രക്ഷപ്പെട്ടെങ്കിലും ഇനി നമ്മളെ പിടിക്കും. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു, കല്ല, ഒരിക്കലുമില്ല, ഇന്നമായി റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയ്യിദിനെ ഒരു വഴി കാണിച്ചു. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന്റെ വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കാൻ പറഞ്ഞു. അപ്പോ അതും അത്ഭുതകരമായി സമുദ്രം പിളരുന്നു, രണ്ട് ഭാഗമായി നിൽക്കുന്നു. എന്നിട്ട് റോഡായി ആ സമുദ്രം എന്നുള്ള സ്ഥലത്ത് റോഡ് രൂപപ്പെടുക, അതിലൂടെ നടന്നു പോവുക. അങ്ങനെ പിന്നാലെ ഇവരും മൂസ അലൈഹി സ്വലാം കൂട്ടർ അതിന്റെ മധ്യത്തിലെത്തുമ്പോൾ ഇതിലേക്ക് ഇറങ്ങി തുടങ്ങി.
അപ്പോൾ മൂസ അലൈഹി സ്വലാം കൂട്ടർ അപ്പുറത്തെത്തുമ്പോൾ അതിൻ്റെ ഏകദേശം മധ്യത്തിലാവും. അങ്ങനെയാണ് അവർ മുക്കിക്കൊല്ലപ്പെടുന്നത്. ഫിറൗനും കൂട്ടരും നദിയിൽ മുങ്ങി മരിക്കുന്നത്. അതൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഈ സംഭവം ഇതിൽ ഒരു ചെറിയൊരു ഭാഗത്തിലൂടെ അങ്ങനെ കടന്നുപോയതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാഠങ്ങളുണ്ട് ഇതിൽ. ഞാൻ ചിലതൊന്നും എണ്ണി പറയാം, പെട്ടെന്ന് അധിക സമയം കൊടുക്കാതെ. അതിലൊരു വിഷയം എന്തെന്നറിയാം, അദ്ദേഹത്തോട് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, ഈ ഭൂമുഖത്തെ ഏറ്റവും വലിയ അറിവുള്ള ആളാരാണ്? അദ്ദേഹം പറഞ്ഞത് ഞാൻ തന്നെ. കാരണം അദ്ദേഹമാണല്ലോ അന്ന് നബി, അത് നിലക്ക് പറഞ്ഞതാണ്. പക്ഷെ അള്ളാഹു അത് തിരുത്തി, നീ അല്ല, വേറെയുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട്, ഫൗക കുല്ലി ദി ഇൽമിൻ അലീം. ഏത് അറിവുള്ളവരുടെ മുമ്പിൽ അതിനേക്കാൾ അറിവുള്ള ഒരാളുണ്ടാവും. നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, അത് ഏത് വിഷയത്തിലാണെങ്കിലും, അത് ഞാൻ വളരെ ഉഷാറാ വിചാരിക്കുമ്പോൾ കാണാം അതിനേക്കാൾ നല്ല ആൾക്കാർ വേറെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരാൾക്കും അഹങ്കരിക്കാനൊന്നും കഴിയില്ല, ഞാനാണ് ഉഷാറ്. അതിനേക്കാൾ എത്രയോ കഴിവുള്ളവർ വേറെ ഉണ്ടാവും. അത് വിനയം കൂടി പഠിപ്പിക്കാനാണ്. അതാണ് ഫൗക കുല്ലി ദി ഇൽമിൻ അലീം എന്ന് പറയുന്നത്. അപ്പൊ മൂസ അലൈഹി സ്വലാം പറഞ്ഞു, ആ അറിവുള്ള ആൾ ആരാണ്, നിനക്ക് അങ്ങോട്ട് പോകണം. അപ്പൊ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ അത് ആ ഇൽമ് തേടി അദ്ദേഹം പോകണം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമ് ദീനി അറിവാണ്, മതപരമായ അറിവാണ്. അത് റബ്ബ് നൽകുന്നതാണ്. അത് നേടാൻ എന്ത് പ്രയാസവും സഹിക്കാൻ അദ്ദേഹം തയ്യാറാണ്. അത് വർഷങ്ങൾ നീണ്ടു നിന്നത്തെ യാത്രയാണെങ്കിലും അങ്ങനെ ഒരുത്തനെ കൂട്ടി ആ ഇൽമ് തേടാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നത് പറയുന്നുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് ദീനിന്റെ അറിവ് അത് നേടാൻ നമ്മൾ നല്ല പണിയെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷമൊക്കെ നബി തിരുമേനിയുടെ ഹദീസുകൾ, വചനങ്ങൾ, അത് നേടാൻ വേണ്ടി ദിവസങ്ങളോളം യാത്ര ചെയ്ത സഹാബികളുടെ ചരിത്രമൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ദിവസങ്ങളോളം, വർഷങ്ങളോളം, മാസങ്ങളോളം ഒക്കെ യാത്ര ചെയ്തവരുണ്ട്. അത്ര വിലയേറിയതാണ് ഈ വഹി എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ഖുർആനും അതിന്റെ വിശദീകരണമായ ഹദീസും. ഇനി മറ്റൊന്ന്, ഈ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായാലും ഉണ്ടാവും. പരീക്ഷണങ്ങളില്ലാത്ത ലോകം മരിച്ചതിന് ശേഷമാണ്. ഈ ലോകം പരീക്ഷണത്തിന്റെ ലോകമാണ്. അത് പല രൂപത്തിലൂടെ പരീക്ഷിക്കും. വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. വിശപ്പ് കൊണ്ടും അതുപോലെ ഭയം കൊണ്ടും, പിന്നെയോ വ്യക്തികളെ നഷ്ടപ്പെട്ടിട്ട്, ധനം നഷ്ടപ്പെട്ടിട്ടൊക്കെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. പരീക്ഷണം ഉറപ്പാണ് ഇവിടെ. അതിന് പല ലക്ഷ്യങ്ങളുണ്ട്. ഇവിടെ എന്തിനാ പരീക്ഷിക്കണമെന്ന് ചോദിച്ചാൽ ഒരുപാട് ഹിക്മത്തുകളുണ്ട്. അതിലൊന്ന് നമ്മളെ തന്നെ സ്ഫുടം ചെയ്തെടുക്കാനാണ്. നമ്മുടെയൊക്കെ തിന്മകളിൽ നിന്ന് നമ്മളെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യവിശ്വാസികൾക്ക് ഉള്ള പരീക്ഷണങ്ങൾ കൊടുക്കുന്നത്. മറ്റൊന്ന് അവരുടെ ഈമാൻ വർദ്ധിക്കാനാണ്. ഒന്നിനു പുറകെ ഒന്ന് പരീക്ഷ വരുമ്പം ഈമാൻ വർദ്ധിക്കുന്നു. ആ വർദ്ധിച്ച ഒരു ഉദാഹരണം എന്താ, ഉഹദ് യുദ്ധമൊക്കെ കഴിഞ്ഞ് മുസ്ലിങ്ങൾക്ക് നല്ല പരിക്കൊക്കെ പറ്റി, ചില ആൾക്കാരെ കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞ് രക്തം ഒഴുകുന്നുണ്ട്. അവരുടെ വാളൊന്നും കഴുകി വെച്ചിട്ടില്ല. അപ്പോഴേക്ക് അവർ കേൾക്കുന്നു ആ ശത്രുക്കൾ തിരിച്ചു വരുന്നുണ്ട്. അവർക്ക് മദീനനെ ആക്രമിക്കാൻ പറ്റിയിട്ടില്ല, നബീനെ കൊല്ലാൻ പറ്റിയിട്ടില്ല, നബീന്റെ വലം കൈയും ഇടം കൈയൊക്കെ ആയ സിദ്ദീഖിനും ഫാറൂഖിനും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ ലക്ഷ്യം നേടിയില്ല, നമുക്ക് തിരിച്ചുപോയി ഓല ഒന്നും കൂടി ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്കിടയിൽ ചർച്ച വന്നു. ആ ചർച്ച മുസ്ലിങ്ങൾക്കിടയിലെത്തി. അവരൊന്നും കൂടിയും വരുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞ അല്ലദീന ഖാലലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും. ഇവരോട് ജനങ്ങൾ പറഞ്ഞു മറ്റുള്ളവർ സംഘടിച്ചു വരുന്നുണ്ട്. അപ്പൊ അവർ പറഞ്ഞു ഹസ്ബുനല്ലാഹ്, എന്താ ഞങ്ങൾക്ക് അല്ലാഹ് മതി അങ്ങനെ പറഞ്ഞു. ഹസ്ബുനല്ലാഹ് ഫസാദഹും ഈമാൻ, അവർക്കത് ഈമാൻ വർദ്ധിച്ചു എന്നാ പറയണം. ഇത് നമുക്ക് മനസ്സിലാത്തൊരു കാര്യം ചെയ്യരുത്. പരീക്ഷണങ്ങൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കാനുള്ളതാണ്. അത് വർദ്ധിക്കുക, അതൊക്കെ ഗുണം തന്നെയാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ വേറെ ഒരു കാര്യം, ഇന്നൽ ഹഖലം യുഅദിമ അൻസാറൻ, ഒരുപാടും ചുരുക്കി പറയാണ്. സത്യവുമായി പോകുമ്പം അതിനൊരു സഹായം ഉണ്ടാവില്ല എന്ന് ആരും വിചാരിക്കണ്ട. എല്ലാവരും എതിരാണ്, നമ്മൾ മാത്രം ഇത് പറയണ്ടെന്നൊന്നും വിചാരിക്കണ്ട. അതിന് എവിടെയെങ്കിലുമൊക്കെ വിചാരിക്കാത്ത രൂപത്തിലുള്ള സഹായികൾ വരും. ഇവിടെ മൂസ അലൈഹിസ്സലാം അബദ്ധത്തിൽ ഒരുത്തനെ കൊന്നുപോയി. അത് സംഭവിച്ചതാ. ഈ നേരം രാജാവിന്റെ കൽപ്പനയാണ് അദ്ദേഹത്തെ പിടിച്ച് കൊല്ലണം. അപ്പൊ ആ കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ വന്നിട്ട് പതുക്കെ രഹസ്യമായി പറയണം, നിങ്ങളെ കൊല്ലാൻ വരുന്നുണ്ട്, വേഗം പോയിക്കോളി. ഇതുപോലെ വേറൊരിക്കൽ കൊട്ടാരത്തിൽ വെച്ച് ദറൂനി അഖ്തുൽ മൂസ, ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞല്ലോ മൂസയെ കൊല്ലാൻ പോവാണെന്ന്.
കാരണം അദ്ദേഹത്തിന്റെ ഇതിലേക്ക് എല്ലാവരും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ തന്നെ ഒരുത്തം വന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തെ കൊല്ലൂല എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരികയാണ്. അപ്പൊ എപ്പോഴും ഹക്കുമായി പോകുമ്പോൾ സഹായം ഉണ്ടാകും. അതെന്തെങ്കിലുമൊക്കെ സമയം അല്ലേ അള്ള നേരിട്ട് തന്നെ സഹായിക്കും. ഇബ്രാഹിം നബിനെ എല്ലാം കൂടി തീയിലിട്ടിട്ടും അള്ള നേർക്കുനേരാണ് സഹായിച്ചല്ലോ. ഇതുവരെ എത്ര അനുഭവങ്ങളാണ്. ഇത് അമ്പിയാക്കൾക്ക് മാത്രമൊന്നുമല്ല, അല്ലാത്തവർക്കും ഉണ്ടാകും. ഇപ്പൊ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. അവര് നബിമാരൊന്നുമല്ലല്ലോ, അവര് മുവാഹിദുകളാണ്. ആ നാട്ടില് ശിർക്കന്മാരാണ്. ആകെ അവിടെ നിന്ന പ്രശ്നമാണ്, ജീവിതം നഷ്ടപ്പെടും, ജീവൻ പോകും, കൊല്ലപ്പെടും എന്നൊക്കെ പ്രശ്നം വന്നപ്പോ അവരെന്ത് ചെയ്തു, നാട് വിടാൻ തീരുമാനിച്ചു. അങ്ങനെ 300-ലേറെ കൊല്ലം അവരെ ഉറക്കി കിടത്തി ലോകത്തിന് ഒരു അത്ഭുതമാക്കി മാറ്റി. അപ്പൊ ഹക്ക് എന്താ മനസ്സിലാക്കി അതിൽ നിൽക്കുക. ലോകം എങ്ങനെയുണ്ട്, മറ്റൊരു അംഗീകരിക്കണുണ്ടോ, ഇവരംഗീകരിക്കണുണ്ടോ ഒന്നും നോക്കണ്ട. നമ്മൾ എന്ത് ചെയ്യാം, സത്യം അറിയുക, അതിന്റെ പിന്നാലെ ജീവിക്കുക, അതനുസരിച്ച് ജീവിക്കുക. ഒറ്റ കാര്യം കൂടി പറയാൻ, ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു കഴിഞ്ഞാൽ, അതാ ബശാശത്തുൽ ഈമാൻ, ഈമാന്റെ മാധുര്യം ഹൃദയത്തിലേക്ക്, നമ്മുടെ രക്തത്തിലേക്ക്, മാംസത്തിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഒരിക്കലും പിന്തിരിയൂല. ഇവിടെ സിഹിർമാരോട്, ജാലവിദ്യക്കാരോട്, മൂസാ നബിയുമായി മത്സരിച്ച ജാലവിദ്യക്കാർ പറഞ്ഞു ഞങ്ങൾ മൂസാ നബിയിൽ വിശ്വസിക്കുകയാണ്. അപ്പൊ ഫിറോൻ പറഞ്ഞെന്താണ്, എന്റെ സമ്മതമല്ലാതെ നിങ്ങൾ ഈ പണി ചെയ്താൽ ഞാൻ നിങ്ങളെ വധിച്ചു കളയും, ഞാൻ നിങ്ങളുടെ കൈകാലുകൾ വിലങ്ങനെ ഛേദിക്കും, വല ഉസല്ലിബന്നക്കും ഫി ജുദൂഇൻ നഖൽ, ഈത്തപ്പനന്റെ മട്ടലിൽ അല്ലെ ഈത്തപ്പനയുടെ മുകളിൽ നിങ്ങളെ ഞാൻ ക്രൂശിക്കുന്നു. ഇത്ര ഭയപ്പെടുത്തി അയാൾ ചെയ്യുന്ന ഉറപ്പാണ്. പക്ഷെ അവര് പറയില്ല, നൂസിറ കലാമാ ജാഅനാ മിനൽ ബയ്യിനാത്തി വല്ലദീ ഫത്തറന, ഞങ്ങൾക്കിപ്പോൾ വ്യക്തമായ വിവരം കിട്ടിക്കഴിഞ്ഞു എന്താണ് ഹക്ക്, അത് ഞങ്ങളുടെ റബ്ബിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് ഫഖ്ലിമാ അൻത, എന്തും ചെയ്തോ, കൈ വിലങ്ങിന് മുറിക്കേ, കാല് മുറിക്കേ, അതുപോലെ ഈത്തപ്പന്റെ മേലെ ക്രൂശിക്ക്, എന്ത് ചെയ്തിട്ടും കാര്യമല്ല. ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്ത ദുനിയ, ഈ ലോകത്തിൽ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ കയറേണ്ട വിധം കയറിയാൽ പിന്നെ അവർക്ക് ദീനിൽ നിന്ന് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അവിടെ നിന്നൊരു അണുയിട അവര് വ്യതിചലിക്കൂല. അപ്പൊ ഈമാൻ വർദ്ധിപ്പിക്കുന്ന പണി എന്താ, ഈമാൻ വർദ്ധിക്കും, ഈമാൻ കുറയും. അങ്ങനെയാണല്ലോ യസീദ് ബിത്വാ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈമാൻ കൂടും, തെറ്റ് ചെയ്താൽ ഈമാൻ കുറയും. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം, ഈമാൻ നമ്മുടെ നിലവാരം നമ്മൾ കൂട്ടണം. അപ്പൊ എന്താ സൽക്കർമ്മം? ഒന്ന്, നമ്മളെ ഇബാദാത്തുകൾ, 5 നേരത്തെ നിസ്കാരമൊക്കെ നല്ല നിലക്ക് ഭക്തിയോടുകൂടി അതൊക്കെ വേണ്ട വിധം ആ സമയത്ത് നിർവഹിക്കുക. അതുപോലെ സുന്നത്തുകളായ കാര്യം, പിന്നെ അതുപോലെ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ളവർ അതൊക്കെ ശരിക്കും കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കുക. നോമ്പിന്റെ സമയത്ത് അത് ഹജ്ജ് ചെയ്യുക. അതുപോലെ സൽക്കർമ്മങ്ങൾ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യല്, ഖുർആനെ പറ്റി ചിന്തിക്കല്, അതുപോലെ നിരന്തരം എപ്പോഴും അള്ളാഹനെ ഓർക്കുക, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് പറഞ്ഞ ദിക്റുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ തുടങ്ങി ഒരുപാട് സൽക്കർമ്മങ്ങളില്ലേ, സൽസ്വഭാവം, നല്ല സ്വഭാവം, അതൊക്കെ നമ്മുടെ തുലാസിൽ, നന്മന്റെ തുലാസിൽ വലിയ കനം കൊടുക്കുന്ന വിഷയങ്ങളാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ദീനിയായി മതമനുസരിച്ച് ജീവിക്കുന്ന ഒരുത്തനാവുക, പിന്നെ അതിനുവേണ്ടി നിരന്തരമായ പ്രാർത്ഥന നടത്തുക. അങ്ങനെ നമ്മുടെ ഈമാന്റെ നിലവാരം നന്നായി ഉയരേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ അറിയിക്കുന്ന പാഠങ്ങൾ നിറഞ്ഞതാണ് മഹാനായ മൂസാ അലൈഹിസ്സലാമിന്റെ കഥ എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നൊരിക്കൽ കൂടി എല്ലാവരെയും വസിയത്ത് ചെയ്യണം. മഹാനായ മൂസാ അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു. അദ്ദേഹത്തെയും ഇസ്രായേലിനെയും അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഫിറഔനെ മുക്കിക്കൊന്ന ദിവസം ഒരു മുഹറം മാസം 10 എന്ന് നമുക്ക് നമ്മുടെ മതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദിവസം അത് ഇസ്ലാമിൽ ഒരു സ്ഥാനമുണ്ട്. അതിന് പുറമെ മുഹറം മാസം പവിത്ര മാസങ്ങളിൽ പെട്ടതാണ്. അപ്പൊ ഈ മുഹറം 10 നോമ്പെടുക്കുക എന്നുള്ളത്, അതുപോലെ മുഹറം 9 അടുത്ത കൊല്ലം ഞാൻ ജീവിക്കുകയാണെങ്കിൽ 9 നോൽക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ചില ഹദീസിൽ കാണാം 9, 10 അല്ലെങ്കിൽ 10, 11, ഒന്നുകിൽ
അതിന് മുമ്പിലൊന്ന്, ശേഷം ഒന്ന്. അത് സൂക്ഷ്മതക്കാണ് 10 കിട്ടാൻ എന്നൊക്കെ ചില പണ്ഡിതന്മാർ പറയുന്നത്. ഏതായാലും ശരി. രണ്ടാമത്തെ ഒന്ന് മറ്റുള്ളവരുടെ എതിർക്കുക. മുഖാലഫത്തുൽ യഹൂദ്, ജൂതന്മാർ എന്താണ് ചെയ്യുന്നത്? ഇതിന് ചിലർ എതിർപ്പ് പല വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു 10 എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 9 കൂടി എടുക്കാം. അപ്പോൾ എന്തെങ്കിൽ 9, 10 അല്ലെങ്കിൽ 10 പോയിന്ന് അങ്ങനെയൊക്കെ കാണാൻ കഴിയും. അപ്പൊ ഏതായാലും ശരി, ഏതായാലും ദുൽഹിജ്ജ അല്ല, മുഹറം 10 അത് ഒരു വർഷത്തെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അധികം കഴിയുന്നവരും 9 എടുക്കാം, 10 പുറം 11 കിടക്കാനൊന്നും വിരോധമല്ല. ഏതായാലും നല്ല പവിത്ര മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളു സിയാം ബഅദ റമളാൻ, റമളാന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാന്റെ മാസമായ മുഹറം മാസത്തിലെ ആ മാസമാണ്, അതിലെ നോമ്പാണ് എന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് ഈ 9, 10 എന്ന് പറഞ്ഞ ശരിക്കും തിങ്കളാഴ്ചയാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച 29 ദുൽഖഅദ. അപ്പൊ എല്ലാ ബീച്ചിലും നമ്മൾ മാസപ്പുറവിൽ നോക്കാൻ ആള് നിർത്തിയിരുന്നു. കാരണം മാസപ്പുറവിൽ കണ്ണുകൊണ്ട് നോക്കുക എന്ന് പറഞ്ഞാൽ നോക്കലാണ്, കണക്കല്ല എന്നുള്ളതാണ് ഇസ്ലാമിക ലോകത്തെ അവലംബനീയരായ പണ്ഡിതന്മാർ മുഴുവനും പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സൗദിയിലൊക്കെ എല്ലാവരും നോക്കൽ തന്നെയാണ്, കലണ്ടർ നോക്കലല്ല അവർ ചെയ്യുന്നത്. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ ശരി എന്നുള്ളത് കൊണ്ട് നമ്മളും എന്ത് ചെയ്യും, എല്ലാ മാസവും നോക്കാൻ എല്ലാ സ്ഥലത്തും കൽപ്പിക്കും. അപ്പൊ വ്യാഴാഴ്ച കണ്ടില്ല, അപ്പൊ പിന്നെ വെള്ളിയാഴ്ച 30 തയ്ച്ചിട്ട് ശനിയാഴ്ച 1 ആവുമ്പോൾ അപ്പൊ നമ്മുടെ 9, 10 ഞായറും തിങ്കളും ആയിട്ടാണ് വരിക. അപ്പൊ ഏതായാലും ശരി, ആ നോമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ചില സമയത്താണ് ഇത്തരം ഓഫറുകൾ വരിക. ആ സമയത്ത് നമ്മൾ ഏതായാലും അത് കളയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്. അങ്ങനെ എല്ലാ സൽക്കർമ്മങ്ങളും കിട്ടുന്ന അവസരമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ മുകളിൽ ടൈൽസൊക്കെ വിരിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ അത് മഴക്കാലത്തൊക്കെ നല്ല വെള്ളം അകത്തേക്ക് വരുന്നുണ്ട്. വേനലൊക്കെ ആണെങ്കിൽ നല്ല പൊടിപടലങ്ങളൊക്കെ. അതുകൊണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കുകൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നല്ലൊരു സംഖ്യ വരും. അതെല്ലാവരും കുറച്ച് അവനവൻ്റെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ പള്ളി ഭാരവാഹികൾക്ക് ഇത് കൊടുക്കണം, അവരെ ഏൽപ്പിക്കണം എന്നാണ് പറയുക. അത് സമീപിക്കുമ്പോൾ നിങ്ങളത് ചെയ്യണം. ഏകദേശം 1,80,000 അടുത്ത് അതിന് ചെലവ് വരും. അതെല്ലാവരും വിചാരിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല. നല്ലൊരു കാര്യമാണ്, അള്ളാന്റെ ഭവനത്തിനാണ് എന്ന ഓർമ്മയിൽ നിങ്ങളതും ചെയ്യണം എന്നാണ് പറയുന്നത്. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ എൻ്റെ വക അതിലേക്ക് എന്തെങ്കിലും വേണം എന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. അങ്ങനെ എല്ലാ ആരാധനാ കർമ്മങ്ങളും ചെയ്ത് ഉന്നതമായ ഈമാനിക നിലവാരമുണ്ടാകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിലുള്ള നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹ് നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. സർവോപരി പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹ് നമ്മെ എല്ലാം പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. واخر دعوانا ان الحمد لله رب العالمين.